ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെടുത്ത ഫൂട്ടേജസ് ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നത്. ഇന്ന് എനിക്ക് ചെറിയൊരു സർപ്രൈസ് കിട്ടിയ ദിവസമാണ്. പൊതുവേ എനിക്ക് സർപ്രൈസൊക്കെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കിട്ടുന്നത് കുറവാണെങ്കിലും കിട്ടുന്നത് ചെറുതാണെങ്കിലും എനിക്കത് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നല്ലൊരു വെയിൽ കണ്ട സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. കാരണം ചെന്നൈയിൽ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം ചെന്നൈയിൽ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന് ശേഷം വെയിൽ വന്നിട്ടിപ്പോൾ അത്രയേ ആവുന്നുള്ളൂ, രണ്ട് ദിവസം ആവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സർപ്രൈസ് ഇല്ലേ, അത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത ആളാണിത് ഈ ഇരിക്കുന്നത്. എനിക്ക് സർപ്രൈസസ് ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും സർപ്രൈസസ് ഒക്കെ പ്ലാൻ ചെയ്യും, പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കണ്ടുപിടിച്ച് അത് കൈ കൊടുക്കാറാണ് പതിവ്. എന്നാലും നമുക്ക് വേണ്ടി സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ഇതൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സർപ്രൈസസ് ഒക്കെ തരാനുണ്ടല്ലോ എന്നൊരു തോന്നൽ അപ്പോൾ ഉണ്ടാവും. അതന്നെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ചെറിയ വലിയ ആ ഒരു സർപ്രൈസ്. അവിടെ നടക്കുന്ന കാര്യങ്ങളും വോയിസും സൗണ്ടും അതൊക്കെ എനിക്ക് റിയലായിട്ട് കേൾപ്പിക്കണം അല്ലെങ്കിൽ കാണിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ലൗഡിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് കോപ്പിറൈറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഹസ്ബൻഡ് കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരും പിന്നെ അവരുടെ വൈഫുമാരും ഒക്കെ ചേർന്നൊരു ചെറിയൊരു പ്രോഗ്രാമായിരുന്നു ഇത്. അവരുടെ തന്നെ ക്വാർട്ടേഴ്സിലായിരുന്നു നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി സഹകരിച്ചതെന്നും അല്ലെങ്കിൽ എഫേർട്ട് എടുത്തതെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. പൊതുവേ സർപ്രൈസസ് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. കാര്യമായ വലിയ പരിപാടികളൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു കേക്ക് കട്ടിങ്ങും അതിനുശേഷം ഒരു ടീ പാർട്ടി പോലെ ആയി ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരുന്ന് അങ്ങനെ മെല്ലെ മെല്ലെ ഓരോരുത്തരായി പിരിയാണ് കേട്ടോ ചെയ്തത്. ഇതായിരുന്നു നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ലാസ്റ്റ് ഫ്രെയിം എന്ന് പറയുന്നത്.